നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ശനി ദശാകാലത്തെ പറ്റിയാണ് പറയുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ ശനിഗ്രഹം എന്നും അറിയപ്പെടുന്ന ശനി ഭഗവാൻ ആക്രമണകാരിയും നീതിമാനുമായി കണക്കാക്കപ്പെടുന്നു. നീതിയുടെ ദൈവം എന്ന നിലയിൽ ശനി വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി പ്രതിഫലവും ശിക്ഷയും നൽകുന്നു. ശനി അച്ചടക്കം, കർമ്മം, കഠിനാധ്വാനം, ക്ഷമ, ദീർഘായുസ്, കാലതാമസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19 വർഷമാണ് ശനി മഹാദശ. ഇത് ഒരാളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടവുമാണ്. ഈ സമയത്ത് ശനി പ്രാഥമിക സ്വാധീനം ചെലുത്തുന്നു. ഇത് വ്യക്തിഗത കർമ്മത്തെയും ജാതകത്തിലെ ഗ്രഹത്തിൻ്റെ സ്ഥാനത്തെയും ആശ്രയിച്ച് അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ നൽകുന്നു. ശനി മഹാദശയിൽ കരിയർ, സാമ്പത്തികം, വിജയം, ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശനി പ്രതികൂല ഫലങ്ങൾ കാണിക്കുമ്പോൾ ആ ഘട്ടത്തെ ശനി കി സാദേ സാദി എന്ന് വിളിക്കുന്നു. 7.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് ഭൂതകാല കർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ ശനിയുടെ തെറ്റായ സ്ഥാനത്തിൻ്റെയും അനന്തര ഫലമായി വരുന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ശനിയുടെ ദോഷഫലങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, കരിയറിനെ സംബന്ധിച്ച് ജോലി സമ്പാദനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. പ്രമോഷന് കാലതാമസം, വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ, ഉയർന്ന മത്സരം, കാലതാമസങ്ങൾ, സഹപ്രവർത്തകരുമായി എതിർപ്പ് എന്നിവയുണ്ടാവാം. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ വിട്ടുമാറാത്ത ചില രോഗങ്ങൾ കുടുംബത്തിനും നിങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ വിഷാദം, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയും ഫലമായി വരാം. സമ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സാമ്പത്തിക വെല്ലുവിളികളും അരക്ഷിതാവസ്ഥയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആവശ്യ കാര്യങ്ങൾക്ക് പണം ലഭിക്കാത്തൊരു സാഹചര്യവും അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അമിതമായി ചെലവാക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇനി ബന്ധങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പങ്കാളികൾ, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവരുമായി തുടർച്ചയായ കലഹങ്ങൾക്കും പിരിമുറുക്കം എന്നിവയ്ക്കും സാധ്യതയുള്ളതാണ്. വിവിധ ബന്ധങ്ങൾ തെറ്റിദ്ധാരണ മൂലം തെറ്റിപ്പോകാനും സാധ്യത കാണുന്നു. ഇനി ശനിദശാകാലത്തെ ദോഷപരിഹാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, സർപ്പങ്ങൾക്ക് പാൽ നൽകുക, റൊട്ടിയുടെ പുറമെ കടുകെണ്ണ ഒഴിച്ച് കാക്കകൾക്കും നായ്ക്കൾക്കും കൊടുക്കുക, അസത്യം പറയരുത്, മദ്യവും മാംസാഹാരവും ഒഴിവാക്കുക, കിണറിൽ പാലൊഴിക്കുക, കാക്ക, പോത്ത്, എരുമ ഇവകൾക്ക് ആഹാരം കൊടുക്കുക, ഭൃത്യന്മാരെ സഹായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.